മുസാഫർപൂരിൽ നിന്നാണ് മറ്റൊരു ദാരുണമായ വാർത്ത വരുന്നത്. അവിടെ ഒരു വിരമിച്ച ബാങ്ക് ജീവനക്കാരനെയും ഭാര്യയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നത് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. മിതാൻപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രാംബാഗ് ചൌടി പ്രദേശത്താണ് തിങ്കളാഴ്ച വൈകുന്നേരം ഇത്തരമൊരു സംഭവം നടക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഈ ദമ്പതികൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അശോക് കുൻവാർ, നീലം കുൻവാർ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അശോകിനെ കുത്തേറ്റ് കൊല്ലപ്പെട്ട നിലയിലും ഭാര്യയെ കഴുത്തിഞ്ഞിരിച്ച് കൊന്ന നിലയിലുമാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവം പുറത്തറിയുന്നത് ഇങ്ങനെയാണ്. ഈ ദമ്പതികളുടെ മകൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സുരക്ഷയ്ക്കായി അവൻ വീട്ടിൽ CCTV സ്ഥാപിച്ചിരുന്നു. അതുവഴി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മകന് ഫോണിൽ കൂടി കാണാനും സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെ CCTV സംവിധാനത്തിൽ ഒരു തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതെന്താണെന്ന് അന്വേഷിക്കാൻ അയൽക്കാരനോട് മകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ അയൽക്കാരൻ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ദമ്പതികൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. തുടർന്നാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. വീടിന്റെ 1ാം നിലയിൽ നിന്ന് കണ്ടെത്തിയ അശോക് കുൻവാറിന്റെ ശരീരത്തിൽ ഒന്നിലധികം കുത്തേറ്റ പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 3ാം നിലയിൽ നിന്നാണ് ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസ് കരുതുന്നത്. करीब 4-4:30 के आसपास इस मकान में रह रहे जो दंपत्ति हैं उनकी हत्या हुई है. अशोक कुंवर 75 वर्ष के और नीलम कुंवर 70 वर्ष के लगभग. और अभी तक की जो प्रारंभिक जांच हुई है FSL द्वारा यहाँ पर विजिट किया गया है और जो फुटेज वगैरह मिला है उसमें 2 अभियुक्त दिख रहे हैं. और प्रथम दृष्टया जो है चाकू मार के हत्या प्रतीत हो रही है, लेकिन विधिवत जो FSL की जांच और फिर पोस्टमार्टम के बाद हम लोग उसकी पुष्टि कर पाएंगे. FSL टीम द्वारा यहाँ विजिट किया गया है और सिटी SP साहब के नेतृत्व में एक विशेष टीम यहाँ लगातार सक्रिय है. बहुत जल्द हम लोग इस मामले को खुलासा करेंगे और जो भी अपराधी इसमें संलिप्त है उसकी गिरफ्तारी सुनिश्चित की जाएगी. अब तक की जांच में सर हत्या का मोटिव क्या पता चला? अभी बहुत जल्दीबाजी होगी इस पर पहुंचना, लेकिन हम लोग केस ओपन रख रहे हैं. हर बिंदु पे हम लोग जांच कर रहे हैं और कुछ प्रॉपर्टी डिस्प्यूट की बातें भी बताई गई है इनके पुत्र द्वारा जो कि बाहर रहते हैं. और हम लोग उनके घर वालों का बयान लेंगे. इसके अलावा इस घर में 3 अलग अलग परिवार रेंटर भी रहता है और कुछ दिन पहले भी कोई और यहाँ पर आके शिफ्ट हुआ है. तो सभी से पूछताछ की जाएगी और हम लोग इसकी जड़ तक पहुँचेंगे. जो भी अपराधी हैं उनकी गिरफ्तारी सुनिश्चित की जाएगी. बरामद भी सर अंदर में हुआ? घटनास्थल से आपको ग्लव्स मिला है. जो अपराधी आए थे एक झोला भी मिला है, उसमें भी ग्लव्स रखा हुआ है, ईयरफोन रखा हुआ है और टेप मिला है. और जो महिला को लगता है कि मतलब चेहरे पे वो टेप भी लगा दिया गया था. तो ये सब महत्वपूर्ण साक्ष्य हैं. FSL टीम द्वारा इसका एक चीज़ का जब्ती बनाया जा रहा है और हम लोग इसमें फिर हम लोग आगे जो बयान पे केस करके अग्रतर कार्रवाई करेंगे. 2nd फ्लोर और 3rd फ्लोर दोनों जगह पे हत्या किया गया? जी इसमें जो है कि 1st फ्लोर पे जो है कि पति का शव मिला है और दूसरे तल्ले पे फिर एक अन्य कमरे में महिला का बॉडी मिला है. നിലവിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് പോലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ഫോറൻസിക് വിദഗ്ധരെയും നിയോഗിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടക്കുന്നതിന് മുൻപ് അക്രമികൾ സർജിക്കൽ ഗ്ലൗസ് ധരിച്ചാണ് വീട്ടിൽ കയറിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കൂടാതെ മരിച്ച ഇരുവരുടെയും കോൾ ഡീറ്റെയിൽസ് രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTVയിൽ കേടുവരുത്തിയ ശേഷം വീടിനുള്ളിൽ കയറിയ കുറ്റവാളികൾ ആദ്യം അശോക് കുൻവാറിനെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് കുത്തി കൊലപ്പെടുത്തുകയും അതിനുശേഷം അവർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വായ ടേപ്പ് കൊണ്ട് മൂടിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്നതിലടക്കം ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.